അങ്ങനെ എൻ്റെ ഒരു പുതിയ വർക്ക് രാധാകൃഷ്ണ പിന്നെ സ്കൾപ്ചർ വർക്ക് ഫിനിഷാക്കി പെയിൻറ്റിങ് അടക്കം ഇന്നത്തോടു കൂടി ഫിനിഷാകുകയാണ്. അപ്പോൾ ഞങ്ങൾ വർക്ക് കാണിച്ചു തരാം. ഇത് ചെയ്തത് ഡൈനിങ് ഹാളിലാട്ടോ ചെയ്തത്, വീടിൻ്റെ ഡൈനിങ് ഹാളിലാണ് ഈ വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു 3-4 ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ പെയിൻറ്റിങ് വർക്ക് ചെയ്തത്. ഞാനും എൻ്റെ വൈഫും കൂടിയാണ് കുറേ പെയിൻറ്റിങ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്തത് മെറ്റാലിക്കിലാണ് ഈ പെയിൻറ്റിങ് ചെയ്തത്. ഫുള്ള് മെറ്റാലിക് കളറിലാണ് പെയിൻറ്റിങ് ചെയ്തത്. അപ്പോൾ പെയിൻറ്റിങ് ആയാലും വർക്കായാലും ഇന്നാൽ കഴിയുമ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാട്ടോ ഇത് സിമെൻറ്റ് വർക്ക് ചെയ്യാൻ. സിമെൻറ്റ് വർക്ക് ചെയ്യാൻ എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തത്, ഫുൾ ഹെൽപ്പ് ചെയ്തത് സബീഷാണ്. നരിക്കുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സബീഷാണ് ഇത് വർക്ക് ചെയ്യാൻ ഫുള്ള് ഹെൽപ്പ് ചെയ്തത്. അപ്പം എന്തായാലും ഈ വർക്ക് പാർട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാനും ഹാപ്പിയാണ്. ഇതിൻ്റെ ഓരോരോ വർക്കുകൾ എടുത്ത് നോക്കിയാലും ഇതിൻ്റെ ഡീറ്റെയിൽ വർക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ടൈം എടുത്തിട്ട് ഓരോന്ന് നോക്കിയിട്ട് ഒക്കെ ചെയ്തൊരു വർക്കാണ്. പിന്നെ ഇതേ ഒരു സെയിം വർക്ക് തന്നെ ഒന്നുകൂടി എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കും. ഇതെൻ്റെ നാട്ടിലാണ്. ഈ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ എന്നെക്കൊണ്ട് ഇത് തന്നെ ചെയ്യണമെന്നാറ്. അപ്പോൾ ഞാൻ അതിൻ്റെ സിമെൻറ്റ് വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് പെയിൻറ്റിങ് കൂടി ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ പെയിൻറ്റിങ് ആണ്. എന്തായാലും ഈ വർക്ക് ഞാൻ പാർട്ടിക്ക് ഫോട്ടോ അയച്ചു കൊടുത്താലും പാർട്ടി ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം. അടുത്തൊരു പുതിയ വർക്കുമായി വരാം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ടാറ്റ.